ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മജിസ്ട്രേറ്റ് ആയിരുന്നു അവിടെ കോടതിയിൽ. ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛന് ട്രാൻസ്ഫർ ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. അവിടെ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചന്തമുള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടിയെന്ന് വിളിച്ചിരുന്നു എല്ലാവരും. ശരിക്കുള്ള പേരതാണോന്ന് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കമൊക്കെ. എവിടെയാ പിണങ്ങും? അതിൻ്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലൊരു തമിഴ്ത്തിക്കുട്ടി. ഒരു ദിവസം ആ തമിഴ്ത്തിക്കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിന്റെ പടവിക്കൂടെ ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഒടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ചു വരച്ച് ശ്രീകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ പോകുന്നത്. പോരുന്നെന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകണമെന്ന് നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എന്റെ കണ്ണിലുണ്ടായിരുന്നു. ഒരു വിസ്മയമാവുകയാണ് ഈ യാത്ര. അല്ലെങ്കിൽ എന്നും കണ്ടുമറന്നൊരു സ്വപ്നം സംഭവിക്കുകയാണിപ്പോ. ഇതെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഇങ്ങനെ ഒരു ആകസ്മിക മുഹൂർത്തം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് കണ്ണിൽ നിന്ന് മറയണവരെ കൽമണ്ഡപത്തിൽ നിന്ന് കരഞ്ഞ പെൺകുട്ടി ഈ ഞാനാണെന്ന് രാജീവിന് മനസ്സിലായിട്ടുണ്ടാവില്ല, ഉറപ്പ്. പിന്നെ എത്രയോ നാളുകൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളുമായി പെൺകുട്ടി വെറുതെ ആ വഴിയിലേക്ക് നോക്കി നിന്നിട്ടുണ്ടെന്ന് രാജീവിന് അറിയില്ലല്ലോ. വേണ്ട, അറിയണ്ട. തൽക്കാലം ഇതൊരു സുഖമെന്ന രഹസ്യമായി കൊണ്ടു നടക്കാം.